വിനോദയാത്രയിൽ എനിക്ക് കിട്ടിയ ചില അനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. നീലക്കുറിഞ്ഞി പൂത്ത സമയത്ത് മൂന്നാറിൽ എനിക്കും ടൂർ പോകുവാനുള്ള അവസരം ദൈവം ഒരുക്കിത്തന്നു. 3 ദിവസത്തെ യാത്രയായിരുന്നു അന്ന് ഞങ്ങൾക്ക് കിട്ടിയ വലിയ ഗിഫ്റ്റ്. സന്തോഷകരമായ ആ യാത്ര തുടക്കം മുതൽ അവസാനം വരെയും ഞങ്ങൾ ആടിയും പാടിയും കോമഡികൾ പറഞ്ഞും അടിച്ചു പൊളിച്ചു രസിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രകൃതി മനോഹരമായ പച്ച വിരിച്ച് കിടക്കുന്ന ആ സ്ഥലത്ത് ഓരോ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടി കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് ആനന്ദമാണ് തോന്നിയത്. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഞങ്ങളോടൊപ്പം ചേർന്നു. ഞങ്ങളെ പരിചയപ്പെടുവാനും സ്നേഹിക്കുവാനും സന്തോഷിപ്പിക്കുവാനും അവരും മുന്നിട്ട് നിന്നു. ഒപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളും അതിന് പുറകോട്ടല്ലായിരുന്നു. എന്ത് സഹായവും ചെയ്തു തരാൻ അവർ തയ്യാറായിരുന്നു. ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു. തിരിച്ചു വരുവാൻ തന്നെ എനിക്ക് വിഷമം തോന്നി. കാരണം എന്ത് രസമായിരുന്നു ഇവിടെ എന്ന് ഞാൻ കരുതി. കുറേ ദൂരം ഞങ്ങൾ നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ പറഞ്ഞു, ഇനിയും വേറൊരു സർപ്രൈസ് ഉണ്ട് എന്ന്. അപ്പം എനിക്കതെന്താണെന്ന് അറിയണം, പറയുകയില്ല, കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും കൊണ്ട് പോയി. ക്യാരറ്റ് കൃഷിത്തോട്ടത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഞങ്ങളെ അവരുമായിട്ട് പരിചയപ്പെടുത്തുകയും ആ തോട്ടത്തിൽ കൂടി ഞങ്ങൾ ഒരുപാട് ഓടി നടന്ന് സന്തോഷിക്കുകയും ചെയ്തു. ശരിക്കും അത് മറ്റൊരു സ്ഥലമാണെന്ന് തോന്നിയില്ല. നമ്മുടെ സ്വന്തം സ്ഥലത്ത് കൂടി ഉല്ലസിച്ച് തുള്ളിച്ചാടി നടക്കും പോലെ എനിക്കും തോന്നി. അതുപോലെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ഞങ്ങളോടുള്ള പെരുമാറ്റം. ഞങ്ങൾ പോരാൻ നേരം അവർ കുറേ ഫ്രഷായ ക്യാരറ്റ് പറിച്ച് ഞങ്ങൾക്ക് സമ്മാനിച്ചു. ഒപ്പം ഞങ്ങൾ വില കൊടുത്തും കുറേ വാങ്ങി. പിന്നെ ഞങ്ങൾ 3 ദിവസം അടിച്ചു പൊളിച്ചതിന് ശേഷം പോരാൻ ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയും ഒരു സർപ്രൈസ് കൂടിയുണ്ട് എന്ന്. എന്താ എന്ന് ചോദിച്ചാൽ പറയത്തില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. തിരിച്ചു പോന്ന വഴിക്ക് ഒരു തേയില കമ്പനിയിലേക്കാണ് കൊണ്ടുപോയത്. കമ്പനിക്കുള്ളിൽ ഞങ്ങളെ കയറ്റി അവരും അവിടുത്തെ ജോലിക്കാരും ഒക്കെ ഞങ്ങളുടെ ഒപ്പം ചേർന്നു ഞങ്ങളെ സന്തോഷിപ്പിക്കുകയായിരുന്നു. ഞങ്ങളും അതുപോലെ തന്നെ അവരോടും തമാശകൾ പറയുകയും ആടിയും പാടിയും രസിച്ചും ഞങ്ങളെ അവിടുന്ന് ഇറങ്ങി തേയിലയൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. തിരിച്ച് കോൺവെൻറ്റിലെത്തിയപ്പം അവിടെ ഉണ്ടായിരുന്ന ബാക്കി കുറേ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, നല്ല സുന്ദരിയായിട്ട് പോയ ആൾ താണ്ട് കറുത്തിരണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് കളിയാക്കി. ഞാനപ്പം കറുപ്പിനഴകെ വെളുപ്പിനഴക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടുപാടി അവരുടെ മുൻപിലും ചെറിയൊരു കുണക്കം കാഴ്ചവെച്ചു. പിന്നീട് ഒരിടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ടവരെ, എനിക്കൊരാഗ്രഹം തോന്നി കപ്പലിൽ കയറണമെന്ന്. സിസ്റ്ററിനോട് ഞാനാണ് ഈ ആഗ്രഹം പറഞ്ഞത്. സിസ്റ്റർ കൊണ്ടുപോയി. പക്ഷേ ഈ കപ്പലിൽ എനിക്ക് കയറാൻ പറ്റുമോ എന്നൊരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാനെങ്ങാനും തെന്നി ആ കായലിലോട്ട് വീഴുമോ എന്നൊക്കെ പേടിച്ച് ഞാനിങ്ങനെ വണ്ടിക്കുള്ളിൽ തന്നെ ഇരിക്കുമ്പോഴിതാ വണ്ടിയിലെ ആ കപ്പലിലെ ജോലിക്കാരൻ ഒരു വീൽ ചെയറുമായി വേഗം വന്ന് എന്നെ ആ വീൽ ചെയറിൽ കയറ്റി മറ്റുള്ളവർ കയറുന്നതിനിപ്പുറം എന്നെ കപ്പലിൽ കയറ്റി. എന്ത് സഹായവും ചെയ്തു തരാൻ ആ കപ്പലിനുള്ളിലെ ജോലിക്കാരൻ തയ്യാറായിരുന്നു. എന്നോട് പറഞ്ഞു, താൻ ഈ താഴെ ഇരിക്കാതെ പൊക്കത്തിലേക്ക് കയറി വരികയാണെങ്കിൽ അവിടെ സ്റ്റേജൊക്കെ ഉണ്ട്, അവിടെ നല്ല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, കയറാമെങ്കിൽ വാ, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് കയറിപ്പോകാൻ തയ്യാറായി. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ചെറിയ പേടി തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഗോവണി ചാരി വെച്ചിരിക്കുന്നു. അതിൻ്റെ ചവിട്ടുപടി വെറും ജനലിൻ്റെ കമ്പി അഴി പോലെ, തീരെ വീതിയില്ലാത്തത്. ഉള്ളിലൊരു ചെറിയ ഭയം തോന്നിയെങ്കിലും ഇവർ ഹെൽപ്പ് ചെയ്യുമല്ലോ എന്നുള്ള ആ ഉറപ്പിൽ ഞാൻ പതിയെ ആ കമ്പിയിൽ ഇരുന്നിരുന്ന് മുകളിലേക്ക് കയറി. അവിടെ ചെന്നപ്പം ഈ ജോലിക്കാരൻ വന്നിട്ട് പറഞ്ഞു, പുറകിലിരിക്കേണ്ട, ഫ്രണ്ടിലേക്ക് വാ, ആ ഫ്രണ്ടിലിരിക്കുകയാണെങ്കിൽ എല്ലാ പരിപാടിയും കാണാം, ഇനി അല്പം കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവൻ ആളായിരിക്കും, ആൾ നിറയും എന്ന് പറഞ്ഞു. എന്നെയും കൂട്ടി സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇരുത്തി. ഇതാ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിച്ച് വിജയികളായ കുറച്ച് പിള്ളേരും ഉണ്ടായിരുന്നു പാടാനായിട്ട്.
അപ്പം അവിടെ പരിപാടി തുടങ്ങുന്ന സമയത്ത് ഒരു ചെറുക്കൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് പാടുന്നവരുണ്ടെങ്കിൽ വന്ന് എൻ്റെ കൂടെ കൂടെ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നി. അവരുടെ കൂടെ എന്ന് പറഞ്ഞപ്പം എന്നോടല്ല പൊതുവായിട്ടാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ അറിയാത്ത മട്ടിലിരുന്നുവെങ്കിലും സിസ്റ്റർ സമ്മതിച്ചില്ല. സിസ്റ്റർ പറഞ്ഞു, വന്ന് പാടറി, നിനക്ക് പാട്ടറിയാവുന്നതല്ലേ, പാടിക്ക് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പള്ളിയിലൊക്കെ പാടുന്ന എന്നൊക്കെ അവരോട് പറഞ്ഞു. അങ്ങനെ എന്നെ അവർ കൂട്ടി ഞങ്ങൾ 2 പേരും കൂടി പാടി. ആ ചെറുക്കനും ഞാനും കൂടി പാടി. അത് കഴിഞ്ഞപ്പോഴും പാടിയ കൊച്ചൻ പറഞ്ഞു, ഇനിയും അവസരങ്ങൾ തരുന്നതായിരിക്കും, ഞങ്ങളുടെ കൂടെ കൂടിക്കോ, പോകുന്നവരെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിപ്പിച്ചു. പിന്നീട് അവരുടെ പരിപാടിക്കിടയിൽ ഒരു ചെറുക്കൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഒരു സിംഗിൾ പാട്ട് പാടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, പാടടി, നിനക്ക് പാട്ടറിയാവുന്നതല്ലേ, നീ മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ നിർബന്ധിച്ചു. വേണ്ട എന്ന് ഞാൻ സിസ്റ്ററിനെ ആംഗ്യത്തിൽ കാണിച്ചുവെങ്കിലും സിസ്റ്റർ സമ്മതിച്ചില്ല. പാടാൻ തന്നെ നിർബന്ധിച്ചു, കയറി പാടാൻ പറഞ്ഞു. അങ്ങനെ അവിടെ എനിക്ക് പാടാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒന്ന് കൂടണമെന്ന്. പക്ഷേ ആ ആഗ്രഹവും ദൈവം എനിക്ക് സാധിച്ചു തന്നു. ആ യാത്രയും അടിപൊളിയായിരുന്നു. ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ വലിയ ടൂറിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കാനുള്ള അവസരം തന്ന നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.